നമസ്കാരം. ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സ്പ്രസ് AM7 അതായത് 40 ഡിഗ്രിയിലുള്ള ഫ്രീസാറ്റ് ചാനൽസ് അതിന്റെ ഡീറ്റെയിൽസ് ആണ്. അത് ഏതൊക്കെ റിസീവറിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ചാനൽ സ്കാനിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഡീപ്പായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. കാരണം ഈ ഫ്രീസാറ്റ് ചാനൽ ഈ ഇപ്പോൾ ഷിഫ്റ്റായിട്ട് 40 ഡിഗ്രിയിലോട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അതിനെക്കുറിച്ചിട്ട് സ്കാനിങ്ങും ട്രാക്കിങ്ങുമായിട്ട് അങ്ങനെ ഒരുപാട് കാണിക്കുന്നില്ല. ജസ്റ്റ് ഡിഷിന്റെ പിക്ചറും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം എല്ലാ പ്രൊഡക്റ്റുകളും ചെയ്യുന്നില്ല. 5G LMB ചെയ്യുന്നുണ്ട്. സോളിഡിന്റെ 5G LMB, സ്റ്റാർട്ടിംഗ് 5G LMB അതൊക്കെ ചെയ്യുന്നുണ്ട്. 3 ടൈപ്പ് 5G LMB വരുന്നുണ്ട്. സോളിഡിന്റെ തന്നെ അത്. അതുപോലെ തന്നെ മീറ്റർ സോളിഡിന്റെ SF720 വീഡിയോ ഇല്ലാത്ത മീറ്ററാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സോളിഡിന്റെ ഈ കാണുന്ന SF720 മീറ്റർ ഇതാണ് സെയിൽ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കൊറിയർ അയച്ചു കൊടുക്കുന്നത്. ഇതാണ് ഡിഷ് നമ്മൾ ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് താഴെ തന്നെ മണ്ണിൽ തന്നെ ജസ്റ്റ് പൈപ്പിൽ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചതാണ്. പടിഞ്ഞാറ് സൈഡാണല്ലോ നമ്മുടെ ഈ ഒരു പൊസിഷൻ വരുന്നത് 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഡയലോഗ് ട്രാക്ക് ചെയ്തതിന് ശേഷം റൈറ്റിലോട്ട് മാറ്റി ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ സിഗ്നൽ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ലിങ്ക്സാറ്റ് വെബ്സൈറ്റിൽ LYNG ലിങ്ക്സാറ്റ് ലിങ്ക്സാറ്റ് വെബ്സൈറ്റിൽ അതിൻ്റെ TP നോക്കാം. ഏറ്റവും ലാസ്റ്റ് കിടപ്പുണ്ട് അതിൻ്റെ TP. ട്രാൻസ്ഫോർമർ ഞാൻ ഈ ഒരു വീഡിയോയിലും കാണിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഈ ഒരു ഡിഷിൻ്റെ നട്ടും ബോൾട്ടൊക്കെ തുരുമ്പെടുത്തിട്ടൊക്കെ പോയിട്ട് പിന്നെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് SS-ന്റെ വാങ്ങിച്ചിട്ട് അതായത് സ്റ്റീലിൻ്റെ നട്ടും ബോൾട്ടൊക്കെയാണ് വാങ്ങിച്ചിട്ട് അതാണ് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചത്. കാരണം അത് കുറച്ച് നീളം കൂടിയാണ് കിട്ടിയത്. കറക്റ്റ് വണ്ണമുള്ളത്. അതുകൊണ്ടാണ് അത് അങ്ങനെ ഇട്ടിരിക്കുന്നത്. എപ്പോഴും ഈ SS-ന്റേത് വാങ്ങിക്കുവാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൂടുന്നേ ഉള്ളൂ. അത് വാങ്ങിച്ചിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തുരുമ്പടിച്ച് അങ്ങനെ ഡിഷ് പ്രശ്നമാകത്തില്ല. ഞാൻ സീബാൻ്റെ 6 ഫീറ്റിനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അടുത്തൊരു വീഡിയോ ഞാൻ ഇടാം എന്തായാലും. സീബാൻ്റെ 6 ഫീറ്റ് ഡിഷ് ഞാൻ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ SS-ന്റെ സ്ക്രൂ ഒക്കെ ഇടുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് പെയിന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോയും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിക്കുന്നത് പ്രീമിയം 12800 എന്ന് പറയുന്ന 4K സാറ്റലൈറ്റ് റിസീവറാണ്. HEVC S2X എല്ലാ ഫംഗ്ഷനുള്ള 4K റിസീവർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ ഫംഗ്ഷനകത്ത് വരും. അങ്ങനെയുള്ള റിസീവറാണ് കാണിക്കുന്നത്. ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന റിസീവറാണ്. അപ്പോൾ അതിൽ ഞാൻ ഹിറ്റ്സ് HD അതായത് ഫ്രീസാറ്റിലെ ആ ഒരു ചാനലാണ്, HEVC ചാനലാണ്. അത് കുറച്ച് നല്ല വീഡിയോ സ്ട്രീമിംഗ് ഒക്കെ കുറച്ചുകൂടെ കൂടിയ അല്ലെങ്കിൽ പെർഫോമൻസ് കൂടിയ റിസീവറിലൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിസീവറിലെ കൂടിയ റിസീവറിലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറഞ്ഞ റിസീവറിൽ ഇപ്പോൾ സോളിഡാനാണെങ്കിൽ HEVC S2X എന്നൊക്കെ പറഞ്ഞിട്ട് 7-2 വരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ കുറച്ച് സ്റ്റില്ലാവും ചില ചാനലിൽ. ഇപ്പം ഫംഗ്ഷനൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും സ്റ്റില്ലാവും. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിസീവർ ചോദിക്കും. HEVC S2X റിസീവർ ചോദിക്കും. അപ്പോൾ ഞാൻ കൂടുതലും സോളിഡിൻ്റെ കൊടുക്കാൻ പറ്റുന്നതിനകത്ത് കുറച്ച് കൂടിയ റിസീവർ ഈ ഒരു 6165 61 65 അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു റിസീവറാണ് കുറച്ചുകൂടെങ്കിലും കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഈ ഒരു റിസീവർ അപ്പോൾ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും കൂടിയ സ്റ്റാർ സാറ്റ് അങ്ങനെയുള്ള HEVC റിസീവറിലാണ് സോളിഡിനെക്കാട്ടിയും പെർഫോമൻസ് വരുന്നത്. പക്ഷെ നമുക്ക് റേറ്റ് കുറഞ്ഞ് വരുന്നത് ഈ ഒരു റിസീവർ മാത്രമേ ഉള്ളൂ. 60 65 എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കുറച്ച് റേറ്റ് കുറഞ്ഞതും അത്യാവശ്യം പെർഫോമൻസ് ഉള്ളതും. എപ്പോഴും ഉപയോഗിക്കുന്നത് സ്റ്റാർ സാറ്റ് പോലുള്ള HEVC റിസീവറാണ്. ഒരു 3000 3500 തൊട്ട് തുടങ്ങുന്ന റിസീവറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ HEVC ഒക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 4K റിസീവർ ഏകദേശം 8000 രൂപ റേഞ്ചൊക്കെ വരും. 4K റിസീവർ പ്രീമിയം 1200 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള 4K റിസീവറൊക്കെ. അതിൻ്റെ കുറഞ്ഞ 4K റിസീവറൊക്കെ വരുന്നുണ്ട്. നമുക്ക് വിദേശ റിസീവറൊക്കെ കിട്ടുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഏതെങ്കിലും 1, 2 മോഡൽ സെറ്റ് ടോപ്പ് ബോക്സ് സോളിഡിൻ്റെത് 61 65 പിന്നെ 63 63 പിന്നെ 5G LMB സോളിൻ്റെത് പിന്നെ മീറ്റർ SF720 മീറ്റർ ഇത്രയും ഈ ഐറ്റംസ് ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നുള്ളൂ. ഡിഷാനിൽ ഇപ്പോൾ സെയിൽ ചെയ്യുന്നില്ല. കാരണം റേറ്റ് കൂടുതലാണ്. പിന്നെ അത് കിട്ടാനില്ല. ഒരുപാട് പ്രൈസ് ആവും. അതുകൊണ്ട് നമുക്ക് ബൾക്കായിട്ട് എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും സോളിഡിൻ്റെ ഈ ഒരു 61 65 റിസീവറിൽ ഞാൻ സാറ്റലൈറ്റ് ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യണം. കാരണം KU ബാൻഡ് ആയതുകൊണ്ട് യൂണിവേഴ്സൽ എന്നുള്ള LMB ഫ്രീക്വൻസി അത് കൊടുക്കുക. സെറ്റിങ്സ് കൊടുക്കുക. അല്ലെങ്കിൽ 9750 ആ ഒരു റേഞ്ച് 10600
അങ്ങനെ ആ ഒരു റേഞ്ച് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ നെയിം വേണേൽ കൊടുക്കാം നിങ്ങൾക്ക്. അതായത് സാറ്റലൈറ്റിൻ്റെ നെയിം എക്സ്പ്രസ് 7 എന്നോ അങ്ങനെ ഏതെങ്കിലും ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. അതിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം അതൊന്നും കറക്റ്റ് അല്ലെന്നും പറഞ്ഞിട്ട് ചാനൽ ടൂണായിരിക്കത്തൊന്നുമില്ല. അതൊക്കെ ടൂണാവും. പക്ഷെ നമ്മൾ 40 ഡിഗ്രി എന്നുള്ളത് കൊടുക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ LMV സെറ്റിങ്സ് നമ്മൾ കെ ബാൻഡ് സെറ്റിങ്സ് തന്നെ ചെയ്യണം. പിന്നെ ബ്ലൈൻഡ് സ്കാൻ ചെയ്തിട്ട് സിഗ്നൽ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ട്യൂണായി കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ LMV ടൈപ്പ് അതൊക്കെ ചെയ്ത് കൊടുക്കണം. LMV ഫ്രീക്വൻസി, കെ ബാൻഡ് അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡൈസ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് ഡിഷ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ കൊടുക്കുക. 1 ആണോ 2 ആണെന്ന് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് നൺ എന്ന് പറഞ്ഞ് കൊടുക്കുക, ബ്ലാങ്ക് ആയിട്ട് ഇടുക, എന്നിട്ട് ബ്ലൈൻഡ് സ്കാൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഷ് ആണെന്നുണ്ടെങ്കിൽ, സാറ്റലൈറ്റ് കറക്റ്റ് ആണ്, നമ്മൾ മീറ്ററൊക്കെ വെച്ച് ട്രാക്ക് ചെയ്തിരിക്കുന്ന ഡിഷ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സാറ്റലൈറ്റിലുള്ള കംപ്ലീറ്റ് ചാനൽ പെയ്ഡും ഫ്രീ ആയിട്ടുള്ള എല്ലാ ചാനലും നമ്മുടെ റിസീവറിലേക്ക് സ്റ്റോർ ആയി കിട്ടും. അതാണ് ബ്ലൈൻഡ് സ്കാൻ എന്ന് പറയുന്നത്. ബ്ലൈൻഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു 11628 ആ ഒരു TB അത് കറക്റ്റായിട്ട് ഞാനിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് നോക്കാൻ പറ്റുന്നില്ല. എന്നാലും ആ ഒരു 32730 ആ ഒരു ഫ്രീക്വൻസി വരുന്നത്, അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്ക്രീനിൽ. ആ ഫ്രീക്വൻസി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി അതാണ് ഫ്രീസാറിൻ്റെ ആ ഫ്രീക്വൻസി വരുന്നത്. അതിലാണ് ഫുള്ള് ചാനൽ അത്യാവശ്യം വരുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്തിട്ട് ട്രാക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ 2 റിസീവറിലും അത്യാവശ്യം പെർഫോമൻസ് കുഴപ്പമില്ല. എന്നാലും കുറഞ്ഞ റിസീവർ ആയതുകൊണ്ട് അതിൻ്റേതായ പ്രോസസ്സിംഗ് കപ്പാസിറ്റിയേ വരത്തുള്ളൂ, പ്രോസറിൻ്റെ കപ്പാസിറ്റി അതിന് വരത്തുള്ളൂ. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓഡിയോ ഞാൻ ഇട്ടിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റ് ഇഷ്യൂയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഓഡിയോ കേൾപ്പിക്കാത്തത്. എന്നാലും 4K റിസീവർ, കൂടിയ റിസീവറിലൊക്കെ ആണെങ്കിൽ നല്ല പെർഫോമൻസ് വരത്തുള്ളൂ. കുറഞ്ഞ റിസീവറിൽ സോളിഡിൻ്റെ അത്യാവശ്യം പെർഫോമൻസ് ഉള്ളത് ഈ സോളിഡിൻ്റെ 61 65 ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.